ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ സൺസ്ക്രീനിൻ്റെ കളക്ഷനാണ്. ഇപ്പം എൻ്റെ അടുത്തുള്ളത് നിങ്ങൾ കാണുന്ന പോലെ 7 സൺസ്ക്രീൻ എൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചത്. അപ്പോൾ എൻ്റെ സ്കിൻ ടെക്സ്ചർ മറ്റേ ഓയിലിയാണ്. സോ അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് എല്ലാം പറയാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ഞാൻ സൺസ്ക്രീൻ വാങ്ങിയത് നിവിയൻ്റെ ആയിരുന്നു. SPF 50+ ഇതാണ്. ഇത് ഞാൻ 2018 അങ്ങനെ 17 അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഫസ്റ്റ് ഇത് മുഖത്ത് തേച്ചു. ഭയങ്കര വൈറ്റ് കാസ്റ്റാണ്. പിന്നെ സ്കിന്നിൻ്റെ ഷെയ്ഡും മാറി ഒരുമാതിരി ബ്ലാക്ക് ടെക്സ്ചറായി. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ മുഖത്ത് ഉപയോഗിച്ചുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് കയ്യിലാണ്. എൻ്റെ കൈ കുറച്ച് ടാൻ ഉണ്ട്. സോ ഫസ്റ്റൊക്കെ ഞാനിത് ഉപയോഗിച്ചാൽ ടാൻ നല്ലോണം മാറിക്കിട്ടും ഇത് ഉപയോഗിച്ചാൽ. പക്ഷേ ഇപ്പോൾ അവർ ഇൻഗ്രീഡിയൻസ് മാറ്റിയൊന്നും എനിക്കറിയില്ല. ടാൻ അങ്ങനെ പോകുന്നില്ല. പക്ഷേ ഞാൻ പുറത്ത് ഓഫീസ് പോകുമ്പോൾ കയ്യിൽ എവിടെയെങ്കിലും ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നിവിയൻ്റെ ആണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. സോ ഇപ്പോഴും എൻ്റെ ലിസ്റ്റിലുണ്ട്. പിന്നെ ഉള്ളത് അക്വാലോജിക്ക. ഇതിങ്ങനെ ഇതും SPF 50+ ആണ്. ഇത് ഞാൻ മുഖത്ത് ഉപയോഗിക്കാറുണ്ട്. ക്രീമി ടെക്സ്ചറാണ്, നല്ല തന്നെയാണ്. പക്ഷേ ഓയിലി സ്കിന്നിനും നല്ലൊരു ഇതാണ്. ഇങ്ങനെ വൈറ്റ് കാസ്റ്റൊന്നും അത്ര ഇല്ല, അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഫേവറേറ്റ് ഞാൻ പറയില്ല, ഉപയോഗിക്കുന്നുണ്ട് അക്വാലോജിക്കേൻ്റെ. ഇത് അക്വാലോജിക്കേൻ്റെ ഡൂയി സൺസ്ക്രീൻ പപ്പായ വിറ്റാമിൻ C ബ്രൈറ്റൻ പ്ലസ് ഹൈഡ്രേറ്റ്, അതാണ് ഇതിൻ്റെ. ഇത് ഞാൻ മുഖത്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മിനിമലിസ്റ്റ് SPF 50. ഇത് ഞാൻ മുഖത്ത് തേച്ചാലും എനിക്ക് അങ്ങനെ ഒരു ഓയിലി പോലെ ഉണ്ടാവും. ഓഫീസിൽ പോയി ഞാൻ മിറർ നോക്കുമ്പം ഒരു ഓയിലി ടെക്സ്ചറും പിന്നെ എൻ്റെ സ്കിൻ ടോണും കുറച്ച് ഡാർക്കാകുന്ന പോലെ തോന്നുന്നു. ഇത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇത് വന്നിട്ട് മാക്സിമം ഞാൻ മുഖത്ത് തേക്കാറില്ല. എപ്പോഴും കയ്യിലും കാലിലും എന്തെങ്കിലും സൺ എക്സ്പോഷർ ആകുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ ഇത് തേക്കാറുള്ളൂ. മിനിമലിസ്റ്റിക്കിൻ്റെ നല്ല ബ്രാൻഡ് തന്നെയാണ്. പിന്നുള്ളത് സൺസ്കൂപ്പ്. ഇത് ഞാൻ ആരെയോ ബാഗിൽ എന്താണ് സംഭവം, ഏതോ സെലിബ്രിറ്റി ഇത് കണ്ടതാണ് ഈ സൺസ്കൂപ്പ്. ഞാൻ വാങ്ങിയത് അപ്പോൾ ഇത് SPF 40 ആണ്. ഇതിൻ്റെ ടെക്സ്ചർ ക്രീമി ഒന്നല്ല, ഇത് ഒരു വല്ലാത്ത ജെല്ലോ അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. കണ്ടോ, ഇതൊരു ഇത് ഓയിലി ഒന്നും ആകുന്നില്ല, നല്ല തന്നെയാണ്. വേഗം തന്നെ ബ്ലെൻഡ് ആകുന്നുണ്ട്. നിങ്ങൾ ഇടുന്ന മുമ്പേ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത്ര ഗ്രീസി ഒന്നല്ല ഇത് സംഭവം. പക്ഷെ ഞാൻ അത്ര ഉപയോഗിക്കാറില്ല. വീട്ടിലിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കും, അത്ര തന്നെ. പുറത്ത് പോകുമ്പം ഞാൻ മുഖത്ത് അധികം തേക്കാറില്ല. കാരണം ഞാൻ മുഖത്ത് അധികം തേച്ചിട്ട് പോയാൽ പിന്നെ എൻ്റെ കോംപ്ലക്ഷൻ ഭയങ്കര ഡാർക്കാകുന്ന സംഭവം ഒന്നും ഞാനിപ്പം തേക്കാറില്ല. പക്ഷേ ഇത് നല്ലൊരു ഇതാണ്. ചിലവർക്ക് സൂട്ടായിരിക്കും ഈ സൺസ്കൂപ്പിൻ്റെ. മറ്റേ വൈറ്റ് കാസ്റ്റും അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഇതിൽ കുറേ എഴുതിയിട്ടുണ്ട്. ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ, നോ വൈറ്റ് കാസ്റ്റ്, നോൺ കൊമഡോജെനിക്, വാട്ടർ റെസിസ്റ്റൻറ്റ്, എല്ലാ ടൈപ്സ് സ്കിന്നും ഇത് നല്ലതാണ്. ഇൻവിസിബിൾ സൺസ്ക്രീൻ അതുപോലെ തന്നെയാണുള്ളത്. നല്ലൊരു ബ്രാൻഡാണ്. പിന്നെ ഒരു ജാപ്പാനീസിൻ്റെ ബ്രാൻഡ് വേണ്ടതാണ് ബയോറേ UV അക്വാ റിച്ച്. ഇത് കുറച്ച് പ്രൈസിയാണ്. ഇത് തേച്ചാൽ ഇത് ഞാൻ ഓയിലി സ്കിൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇത് ഞാൻ മുഖത്തിട്ടപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇടുമ്പം കുഴപ്പമില്ല. ഞാൻ ഇതന്നെ ഇട്ടിട്ട് ഓഫീസിൽ പോയിട്ട് മിറർ നോക്കുമ്പം വല്ലാത്ത ഒരു ഓയിലി ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഞാൻ ഒഴിവാക്കി. പക്ഷേ ഇത് ഭയങ്കര പ്രൈസി സൈഡായിട്ട് വാങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓഫീസ് പോകുമ്പോൾ ഉപയോഗിക്കില്ല. ഓഫീസ് വേറെ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ഞാനിത് എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സംഭവം രണ്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഓയിലി സ്കിന്നും പറ്റിയതാണ്. പിന്നെ ഞാൻ ഇത് വീട്ടിൽ നിന്ന് ഇട്ടിട്ട് ഞാൻ ഓഫീസിൽ പോയാലും തന്നെ എനിക്കങ്ങനെ എൻ്റെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ മാറുന്നില്ല, പിന്നെ ഡാർക്കായിട്ട് തോന്നുന്നില്ല, ഓയിലിനെസ് തോന്നില്ലാത്ത രണ്ട് സംഭവം. ഒന്ന് ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ സ്റ്റിക്കാണ്, സൺസ്റ്റിക്ക്. ഇത് കണ്ടോ, ഞാൻ ഉപയോഗിച്ചിട്ട് തീർന്നു. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോയാലും ഓഫീസിൽ പോയാലും ഒരു ഓയിലി സ്കിൻ പോലെ അങ്ങനെയൊന്നും തോന്നുന്നില്ല. പിന്നെ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. മറ്റേതുപോലെ കയ്യിൽ നമ്മളൊന്നും ആക്കണ്ടായിട്ട് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. സോ എൻ്റെ ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ സൺസ്റ്റിക്കാണ്. ഇത് എത്രയാണ് വരുന്നത്? 18 ഗ്രാമാണ്.
കുറച്ച് കോസ്റ്റ്ലി സൈഡ് തന്നെയാണിത്. ഇതും എൻ്റെ ഇതിൽ കുറച്ച് കോസ്റ്റ്ലി ഇതെന്ന് പറയുന്നത് ഈ ബ്യൂട്ടി ഓഫ് ജസോണും ഈ ബയോറേ യു വി ജാപ്പനീസ് ബ്രാൻഡും, ഇത് കൊറിയൻ ബ്രാൻഡാണ് ബ്യൂട്ടി ഓഫ് ജസോൺ. പിന്നെ ഒരു ഇത് കണ്ടത്, ഇതിൻ്റെ പേരെന്തായിരുന്നു, ബിർച്ച് ജ്യൂസ്, റൗണ്ട് ലാബ്, ഇവിടെയുണ്ട് റൗണ്ട് ലാബ് ബിർച്ച് ജ്യൂസ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ. സോ ഇതും SPF 50+ ആണ്. ഇത് ഞാൻ എൻ്റെ ഓയിലി സ്കിന്നിന് സൂട്ടബിൾ ആണ്. ഇത് ഞാൻ മുഖത്ത് തേച്ചിട്ട് ഞാൻ പുറത്ത് പോയാലും എനിക്ക് അങ്ങനെ ഓയിലിനെസ് ഒന്നും അങ്ങനെ തോന്നില്ല. പിന്നെ ഡാർക്ക്നെസ്, കോംപ്ലക്ഷൻ അങ്ങനെ ഡാർക്കായിട്ടൊന്നും തോന്നില്ല. എൻ്റെ ഷെയ്ഡ് എന്താണ് ഷെയ്ഡ് അതുപോലെ തന്നെയാണ് പുറത്ത് പോയാലും, അതെ ഇതിട്ട് പോയാലും ഒരു മാറ്റമൊന്നുമില്ല. സോ ഇത് കുറച്ച് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതിനെ കൂട്ടത്തിൽ ഇതാണ് ഫസ്റ്റ് കുറച്ച് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ്. ഞാൻ ഇതൊക്കെ എല്ലാം ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഞാൻ നൈക്കയെന്നാണോ വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. എല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. സോ ഈ റൗണ്ട് ലാബ് ഇത് ജാപ്പനീസ് ബ്രാൻഡാണ്, റൗണ്ട് ലാബെന്ന് തോന്നുന്നു. ജാപ്പനീസ് ആണോ കൊറിയൻ ആണോ? അല്ല, ഇത് കൊറിയൻ ആണ്. ഇത് രണ്ടും കൊറിയൻ ബ്രാൻഡാണ്, ഇത് ജാപ്പനീസാണ്. സോ എൻ്റെ ലിസ്റ്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, കുറച്ച് പ്രൈസി ആണെങ്കിലും ഇങ്ങനെ ഓയിൽ ആയിട്ട് തോന്നില്ലല്ലോ, നമുക്ക് അതല്ല വേണ്ടത്. സോ ഈ ബ്യൂട്ടി ഓഫ് ജസോണിൻ്റെ സൺസ്റ്റിക്കും പിന്നെ റൗണ്ട് ലാബിൻ്റെ മോയ്സ്ചറൈസിങ് സൺസ്ക്രീനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര പ്രൈസി വാങ്ങിയല്ലോ, ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് പുറത്ത് പോകുമ്പം. പക്ഷേ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ കൈ കാലിൽ ഞാൻ കവർ ചെയ്യേണ്ടിയിട്ട് ഞാൻ ഇത് രണ്ടാണ് ഉപയോഗിക്കുന്നത്, നിവിയേൻ്റെയും മിനിമലിസ്റ്റിക്കിൻ്റെയും. പിന്നെ ഇത് മുഖത്തിടും, പക്ഷേ ഓഫീസിൽ പോകുമ്പോഴല്ല. ഇത് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇട്ടാലും തന്നെ കുഴപ്പമില്ല, എനിക്കങ്ങനെ എൻ്റെ സ്കിൻ കോംപ്ലക്ഷൻ ഒന്നും മാറുന്നില്ല അക്വാജൽ. സോ ഇതും ഓക്കെയാണ്, ഇത് മൂന്നും ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ഈ ബ്യൂട്ടി ഓഫ് ജസോണും റൗണ്ട് ലാബാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യൂ. താങ്ക് യു.